അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ഈമാനുള്ള സ്ത്രീകളുടെ ലക്ഷണങ്ങളാണ്, ഈമാനുള്ള സ്ത്രീകളുടെ അടയാളങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഞാൻ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ അവർക്ക് ഈമാനുണ്ടോ, വിശ്വാസമുണ്ടോ, അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെയും അതുപോലെ തന്നെ ഹദീസിന്റെയും വെളിച്ചത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ഖംസത്തു അലാമാത്തിൻ അൽ മർഅത്തിൽ മുഅ്മിന, മുഅ്മിനായ ഒരു സ്ത്രീയുടെ, വിശ്വാസിയായ ഒരു സ്ത്രീയുടെ 5 അടയാളങ്ങളാണ്, അവരുടെ ഈമാനിന്റെ തോതളക്കുന്ന 5 അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തത് അത്തഖ്വാ വ ഖശിയത്തുല്ലാഹ്. ഒന്നാമത്തത് തഖ്വയാണ്, സൂക്ഷ്മത. വ ഖശിയത്തുല്ലാഹ്, അള്ളാഹുവിന് ഭയമുണ്ടോ ഇല്ലയോ എന്ന് നോക്കലാണ്. നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്തേക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം നടത്തിയാൽ മതി. എനിക്ക് അള്ളാനെ പേടിയുണ്ടോ, എനിക്ക് തഖ്വ ഉണ്ടോ? തഖ്വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത. ആരെങ്കിലും കാണാൻ വേണ്ടി നിസ്കരിക്കല്ല, ആരെങ്കിലും കാണാൻ വേണ്ടി പർദ്ദ ധരിക്കല്ല, അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഹിജാബൊക്കെ ധരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കലല്ല. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണുന്നില്ലെങ്കിലും, ഒരാളും എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ വഴിപ്പെടാനുള്ള ഒരു മനസ്സ്. വീടിൻ്റെ ഉള്ളിൽ ഒറ്റക്കാണെങ്കിലും ഹറാമുകൾ ചെയ്യാതെ, വീടിൻ്റെ ഉള്ളിൽ ഒറ്റക്ക് ആരും കാണുന്നില്ലെങ്കിലും നിസ്കരിക്കുന്നവളായി അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് തഖ്വ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവർ, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അത്ഖാകും, നിങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണ്, തഖ്വയുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർ കാണാത്ത സമയത്തും നിസ്കരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരും ശ്രദ്ധിക്കാത്ത സമയത്തും ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ദിക്റുകൾ ചൊല്ലുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, അല്ലാഹ് കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുമല്ലോ, അതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. അത് ചില സമയങ്ങളിൽ പർദ്ദ ധരിക്കും, ചില സമയങ്ങളിൽ ചുരിദാർ ധരിക്കും, അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ചില സ്ത്രീകളുണ്ട്, അവർ പർദ്ദന്നെ ധരിക്കുള്ളൂ, അവർക്ക് അങ്ങനെ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ധരിക്കുന്നതല്ല, അത് ഈമാനിന്റെ പ്രകാശമാണ്. അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ടല്ലോ, ജനങ്ങളുടെ പ്രസൻസിലും ജനങ്ങളുടെ അഭാവത്തിലും അവർ അല്ലാഹനെ മാത്രമേ ഭയപ്പെടുള്ളൂ. അവരെ കുറിച്ചാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട, സ്ത്രീകളെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ഹയാ വൽ ഇഫ്ഫ. ഹയാ, ലജ്ജ ഉണ്ടാവുക എന്നുള്ളത്, ലജ്ജ. വൽ ഇഫ്ഫ, ശാരീരികമായ മാനസികമായ ശുദ്ധിയാണ്, പരിശുദ്ധിയാണ്. ഈ കാര്യങ്ങൾ ഒരു മുഅ്മിനത്തായ ഒരു സ്ത്രീയിൽ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ഒരു ശാഖയാണ്, ലജ്ജ ഈമാനിന്റെ ഒരു ശാഖയാണ് എന്ന് പറഞ്ഞാൽ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അവർക്ക് ലജ്ജയുണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ശരീരം എക്സ്പോസ് ചെയ്യുന്നവർ, സോഷ്യൽ മീഡിയയിൽ വന്ന് തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ നേടുന്നവർ, തൻ്റെ ജീവിതത്തിലെടുത്ത നല്ല നല്ല ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് ആളുകളെ കാണിച്ചിട്ട് അതിങ്ങനെ സന്തോഷം കണ്ടെത്തുക, ലൈക്കുകളുടെ എണ്ണം നോക്കിയിട്ട്. എന്നാൽ ഒരു മുഅ്മിനത്തായ സ്ത്രീ അവരുടെ ജീവിതത്തിന്റെ രഹസ്യ നിമിഷങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാൾ കാണണ്ടാത്ത അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളോ ഒന്നും പ്രദർശനത്തിന് വെക്കുകയില്ല. നമ്മുടെ സോഷ്യൽ മീഡിയക്ക് പ്രത്യേകത ഉണ്ട്, സ്ത്രീകളാണ് അവരുടെ വീഡിയോയിലുള്ളത് എങ്കിൽ അതിന് കൂടുതൽ റീച്ച് കിട്ടും. അപ്പോൾ അത് അവരുടെ ശരീരം പൊതുദർശനത്തിന് വെച്ച് മറ്റുള്ളവരിൽ നിന്ന് ലൈക്കും കമന്റും ഷെയറും വാങ്ങുന്ന ഒരു സ്വഭാവം ഒരു മുഅ്മിനത്തായ വിശ്വാസമുള്ള ഒരു സ്ത്രീയിൽ നിന്ന് കാണുകയില്ല. അൽ ഹയാ, അവർക്ക് ലജ്ജ ഉണ്ടാകും. അത് ശുഅബത്തുൻ മിനൽ ഈമാൻ, അത് ഈമാനിന്റെ ഭാഗമാണെന്ന് പരിശുദ്ധ ഇസ്ലാം. മറ്റുള്ള പുരുഷന്മാരുടെ ഇടയിൽ പോയിട്ട്
പുരുഷന്മാരോട് സംസാരിക്കാൻ, അന്യപുരുഷന്മാരോട് ഇടപഴകാൻ മടിയില്ലാത്തവർ, അത് ഈമാനുള്ള പെണ്ണിന്റെ ലക്ഷണമല്ല. ലജ്ജ ഉണ്ടാവണം. ഇനി മൂന്നാമത്തെ കാര്യം ത്വാഅത്തുല്ലാഹി വറസൂലിഹി. ത്വാഅത്തുല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുക എന്നതാണ്. നിസ്കരിക്കും, നോമ്പ് നോൽക്കും, വീട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച മാർഗത്തിൽ, മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ, കിടന്നുറങ്ങുന്ന കാര്യത്തിൽ, ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും അള്ളാന്റെ റസൂൽ എന്താണോ പറഞ്ഞത്, അള്ളാഹ് എന്താണോ പറഞ്ഞത് അത് പാലിക്കുന്നവർ മാത്രല്ല, വീട്ടുജോലി ചെയ്യുന്ന സമയത്ത് ദിക്റുകൾ ചൊല്ലുന്നവർ, വീട്ടുജോലി ചെയ്യുന്ന സമയത്ത് ആ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നവർ, അങ്ങനെ തന്നാൽ കഴിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിലും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സ്ത്രീകൾ, അവരെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഈമാനുള്ള മുഅ്മിനത്തായ പെണ്ണിന്റെ അടയാളമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. വിശുദ്ധ ഖുർആൻ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് ചെയ്യുന്നവർ. എന്നാൽ റസൂലുള്ള അരുത് എന്ന് പറഞ്ഞ കാര്യം അതൊരിക്കലും അവർ ചെയ്യുകയുമില്ല. ഇബാദത്തിന്റെ കാര്യത്തിൽ കാർക്കശ്യം പുലർത്തുന്നവർ, അത് ഈമാനിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ ഇസ്ലാം. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ദീനിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ആൾക്കാർ. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഹിജാബിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളും അങ്ങനെ തന്നെയാണ്, എൻ്റെ വീടും അങ്ങനെ തന്നെയാണ്, എൻ്റെ അടുക്കളയും അങ്ങനെ തന്നെയാണ്, എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണവും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഈ കൃത്യനിഷ്ഠത പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് ചെയ്യുന്ന പ്രിയപ്പെട്ട സ്ത്രീകൾ, അവർ ഈമാനുള്ളവരാണെന്ന് പരിശുദ്ധ ഇസ്ലാം. ഇനി നാലാമത്തൊരു കാര്യം, അസ്സബ്റു ഇൻദൽ ഇബ്തിലാഇ, പരീക്ഷണഘട്ടത്തിൽ ക്ഷമിക്കുന്നവർ. പരീക്ഷണഘട്ടത്തിൽ ക്ഷമിക്കുന്നവർ. എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും? ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെടും, അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനം, ബുദ്ധിമുട്ട്, കടം, രോഗം, പ്രിയപ്പെട്ടവരുടെ വിയോഗം, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ഒരു കുടുംബിനിയായ ഈമാനുള്ള ഒരു ഉമ്മ, ഒരു സ്ത്രീ ആ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവർക്കും തണലാകും. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അങ്ങനെ ഒരു ഉമ്മ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും. കാരണം അള്ളാഹു ആ ഉമ്മാന്റെ കൂടെയാണ്, അള്ളാഹു ആ പെണ്ണിന്റെ കൂടെയാണ്, അള്ളാഹു ആ സ്ത്രീയുടെ കൂടെയാണ്. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഭർത്താവിനെ കുറ്റം പറയാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാതെ, അസുഖം വരുന്ന സമയത്ത് ആവലാതിപ്പെടാതെ ക്ഷമയോടുകൂടെ ആ കുടുംബത്തിന് കൊണ്ടുപോകുന്ന ഒരു കുടുംബിനി, അതാണ് ഈമാനിന്റെ ലക്ഷണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം, ഹുസ്നുൽ ഖുൽഖി വൽ ഇഹ്സാനി ഇലന്നാസ്, സൽസ്വഭാവത്തിന്റെ അടിമയായിരിക്കും, സൽസ്വഭാവിയായിരിക്കും. ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖാ. പരിശുദ്ധ ഇസ്ലാം റസൂലുള്ളാഹി പറയാണ്, ഖിയാറുക്കും അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ അഹ്സനുക്കും അഖ്ലാഖാ, സൽസ്വഭാവികളാണ്. ഒരു കുടുംബിനിയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അയൽവാസികൾക്ക് സന്തോഷം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നു, കൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ അതിരിന്റെ പേരിൽ തർക്കിക്കുകയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ ചെറിയ ചില്ലറ പ്രശ്നം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അയൽവാസികൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിലധികവും സ്ത്രീകൾ തമ്മിലായിരിക്കും. എന്നാൽ ഒരു ഈമാനുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അയൽവാസികൾക്ക് സന്തോഷാണ്, അവരുടെ വീട്ടുകാർക്ക് സന്തോഷാണ്, എല്ലാവർക്കും സന്തോഷാണ്. അപ്പൊ ഈമാനിന്റെ ആ പ്രകാശം എന്ന് പറയുന്നത് എത്രത്തോളം മനോഹരമാണ്. നമ്മുടെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ പറയപ്പെട്ട ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ കുടുംബത്തിലും ആ സ്ത്രീക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ സന്തോഷം ഉണ്ടാവും. അതാണ് ഈമാനിന്റെ മാധുര്യം എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം പറയാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നവർ, മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ട് നോവിക്കാത്തവർ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ എല്ലാവർക്കും താങ്ങാകുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി ഇടപഴകാത്തവർ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് സഹായിക്കുന്നവർ, ഇങ്ങനെ സൽസ്വഭാവിയായ ഒരു സ്ത്രീയാണെങ്കിൽ
അത് അലാമാത്തുൽ ഈമാൻ, അത് ഈമാനിന്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടു. തഖ്വ, ക്ഷമ, പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ്. ഇതൊരു സ്ത്രീയിലുണ്ട് എങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ലജ്ജ. ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈമാനുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈമാനിനെ നാളെ സ്വർഗത്തിലേക്ക് ചേർക്കുന്നതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനോടുകൂടെ ജീവിച്ച് മുഅ്മിനായി മുഅ്മിനത്തായി മരിച്ച് നാളെ സ്വർഗം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.